ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ, ഓട്ടുപാറ, പരുത്തിപ്ര. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് ആവേശോജ്വലമായ തുടക്കം. KS ശങ്കർ എന്ന് നാമകരണം ചെയ്ത ജയശ്രീ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ മാധ്യമങ്ങൾക്ക് വിമർശനം. പാർട്ടി സമ്മേളനങ്ങളെക്കുറിച്ചും അതിലെ ചർച്ചകളെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി നിരന്തരമായ കടന്നാക്രമണം നടത്തുകയാണ് പല മീഡിയകളെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം MLA AC മൊയ്തീൻ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസ്തുതയും ജനാധിപത്യ പ്രക്രിയയും പാർട്ടിയിൽ നടക്കുന്ന വിമർശനവും സ്വയം വിമർശനവും അതുമായി ബന്ധപ്പെട്ട ഉൾപാർട്ടി ചർച്ചയും കഴിഞ്ഞ് ഐക്യത്തോടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ കാണുന്നതിനു പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിന്റെ നയങ്ങളെയും തെറ്റായ രീതിയിൽ മാധ്യമങ്ങൾ വിശദീകരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലയിലെ പാർട്ടി മെമ്പർഷിപ്പ് 47,317 ആണ്. ഈ 47,317 പേർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ പ്രക്രിയയുടെ ഉയർന്ന രൂപമായി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതാണ് മറ്റു ബൂർഷ്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPIM ഈ സമ്മേളനങ്ങൾ വഴി നിർവഹിക്കപ്പെടുന്നത് എന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ട്. പക്ഷേ പാർട്ടി സമ്മേളനങ്ങളെക്കുറിച്ച്, അതിലെ ചർച്ചകളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി നിരന്തരമായ കടന്നാക്രമണം നടത്തുന്ന മീഡിയ പലതും ഈ വസ്തുതയും ഈ ജനാധിപത്യ പ്രക്രിയയും പാർട്ടിയിൽ നടക്കുന്ന വിമർശനവും സ്വയം വിമർശനവും അതുമായി ബന്ധപ്പെട്ട ഉൾപാർട്ടി ചർച്ചയും അത് കഴിഞ്ഞ് ഈ പാർട്ടി കൂടുതൽ ഐക്യത്തോടു കൂടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളെയും കാണുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, അതിന്റെ നയങ്ങളെ തെറ്റായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നു എന്നുള്ള സ്ഥിതിയും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇതൊരു ആദ്യത്തെ കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം മുതൽ 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട കാലം മുതൽ ഗൂഢാലോചനയും കേസുകളും അപവാദ പ്രചരണങ്ങളും ഈ പ്രത്യയശാസ്ത്രത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളും ഒക്കെ നേരിട്ട പാർട്ടിയാണ് നമ്മുടെ. അപ്പോൾ ഇതൊരു പുതിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല. പുതിയ കാലത്ത് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഞാൻ ഈ മാധ്യമ പ്രവർത്തകர்கள் ഇപ്പോൾ സമ്മേളനത്തിന്റെ ഈ കാര്യം സൂചിപ്പിച്ചത് 47,000 പേർ പങ്കെടുക്കുന്ന ഇത്ര ബൃഹത്തായ ഒരു സമ്മേളനം ഇത്ര അച്ചടക്കത്തോടുകൂടി ജില്ലയിൽ മറ്റേതെങ്കിലും പാർട്ടിക്ക്, സംസ്ഥാനത്ത് മറ്റേതെങ്കിലും പാർട്ടി, ഇന്ത്യയിൽ മറ്റേതെങ്കിലും പാർട്ടികൾക്ക് ഇതേ രീതിയിൽ സംഘടിപ്പിക്കാനാവുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിച്ച് പാർട്ടി സമ്മേളനങ്ങളെ വിലയിരുത്തണം എന്ന് അഭ്യർത്ഥിക്കാനാണ്. 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട കാലം മുതൽ ഗൂഢാലോചനയും കേസുകളും അപവാദ പ്രചാരണങ്ങളും പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണങ്ങളും നേരിട്ട പാർട്ടിയാണ് CPIM എന്നും അതിനാൽ ഇതൊരു പുതിയ കാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ 10-ന് മുതിർന്ന അംഗം KM മൊയ്തു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ PN സുരേന്ദ്രൻ താൽക്കാലിക അധ്യക്ഷനായി. സ്വാഗത ഗാനത്തോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് S വസന്തലാൽ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. KM അഷറഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ KV നഫീസ, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ മേരി തോമസ്, ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 12 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 173 ബ്രാഞ്ചുകളിൽ നിന്നുള്ള 150 പ്രതിനിധികളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. BCV ന്യൂസ്, വടക്കാഞ്ചേരി.